जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। योऽन्त प्रविश्य वाचमिमां प्रसुप्तां सञ्जीवशक्तिकलधरस्वदाम्नाम् अन्यांशकस्यमस्वनां नमो भगवते पुरुषाय। हरे कृष्ण। ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല രണ്ടാമത് ഭാഗം 11ാമത് അധ്യായമാണ്. അദ്വൈതാചാര്യന്റെ ഗദാധര പണ്ഡിതന്റെ വിസ്തരണങ്ങൾ. നമുക്ക് വായിച്ചു തുടങ്ങാം. സാരാം സാര പൃഥോഖിലാൻ ഹിത്വാ സാരാൻ സാരപൃഥോ നൗമി ചൈതന്യ ജീവനം. അദ്വൈത പ്രഭുവിന്റെ അനുയായികൾ രണ്ട് തരത്തിലുള്ളവരായിരുന്നു: യഥാർത്ഥ അനുയായികളും വ്യാജ അനുയായികളും. വ്യാജ അനുയായികളെ നിരാകരിച്ചുകൊണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ജീവനായി കരുതിയിരുന്ന അദ്വൈത പ്രഭുവിന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഞാൻ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ ജയ ജയ നിത്യാനന്ദ ജയ അദ്വൈത ധന്യ. ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാ സ്തുതികളും, നിത്യാനന്ദ പ്രഭുവിന് എല്ലാ സ്തുതികളും, ശ്രീ അദ്വൈത പ്രഭുവിന് എല്ലാ സ്തുതികളും. അവരെല്ലാം മഹത്വമുള്ളവരാണ്. ഇപ്പൊ ഈ അധ്യായത്തില് അദ്വൈത ആചാര്യന്റെയും വിസ്തരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, അദ്വൈത പ്രഭു ചൈതന്യ മഹാപ്രഭുവായിട്ട് വളരെയധികം ലീലകള് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ കാണാം. അപ്പൊ ഇവിടെ ഈ അധ്യായത്തില് വിസ്തരണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശ്രീ ചൈതന്യ ദ്വിതീയ സ്കന്ധരൂപീണ ശ്രീമദ് അദ്വൈത ചന്ദ്രസ്യ ശങ്കരൂപാൻ ഗണാൻ നമഃ. അനശ്വരമായ ചൈതന്യ വൃക്ഷത്തിന്റെ രണ്ടാമത്തെ ശാഖയായ ശ്രീമാൻ അദ്വൈത പ്രഭുവിനും അവിടുത്തെ ഉപശാഖകളാകുന്ന അനുയായികൾക്കും ഞാൻ എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വിക്ഷേര ദ്വിതീയ സ്കന്ധ ആചാര്യ ഗോസായി താരാലേഖന. ചൈതന്യ വൃക്ഷത്തിന്റെ ദ്വിതീയ ശാഖ ശ്രീ അദ്വൈത പ്രഭു ആകുന്നു. അനേകം ഉപശാഖകളും ഉണ്ട്, പക്ഷെ അവയെക്കുറിച്ചെല്ലാം വിവരിക്കുക സാധ്യമല്ല. ശ്രീ ചൈതന്യമാലീര കൃപാ ജലേ രസ്വേശനെ ശേയി ജലേ പൃഷ്ഠസ്കന്ധ ബാഡേ ദിനേ ദിനേ. ശ്രീ ചൈതന്യ മഹാപ്രഭു ഉദ്യാന പാലകൻ കൂടിയായിരുന്നു. അവിടുന്ന് വൃക്ഷത്തിന് തന്റെ കാരുണ്യം ഒഴിച്ചുകൊണ്ടിരുന്നതിനാൽ ശാഖകളും ഉപശാഖകളും അനുദിനം വളർന്നു. ശേയി സ്കന്ധേ യഥപ്രേമ ഉപജീലാസ് ശേയി കൃഷ്ണ പ്രേമ ഫലേ ജഗത് പരിലഹ. ശ്രീ ചൈതന്യ വൃക്ഷത്തിന്റെ ആ ശാഖകളിൽ വളർന്ന ഭഗവത് പ്രേമ ഫലങ്ങൾ അത്രയും അധികമായിരുന്നതിനാൽ അവ ലോകത്തെ മുഴുവൻ കൃഷ്ണപ്രേമത്തിന്റെ പ്രളയത്തിൽ മഗ്നനാക്കി.
जला स्कंदे करे शाखा ते संचारा फले फुले बड़े शाखा पैला विस्ताराम. സ്കന്ധത്തിനും ശാഖകൾക്കും ജലം പകർന്നപ്പോൾ ശാഖകളും ഉപശാഖകളും വിശാലമായി വ്യാപിക്കുകയും ഫലങ്ങളോടും പുഷ്പങ്ങളോടും കൂടി വൃക്ഷം വളരുകയും ചെയ്തു. പ്രഥമേത ഏകമത ആചാര്യത ഗണ പാചേദ്വിമത ഹൈല ദൈവേന കാരണ. അദ്വൈതാചാര്യന്റെ അനുയായികൾ ആദ്യം ഏക അഭിപ്രായക്കാരായിരുന്നു. പക്ഷെ പിന്നീട് അവർ ദൈവവിധി പ്രകാരം രണ്ട് അഭിപ്രായങ്ങളുള്ളവരായി തീർന്നു. അപ്പൊ അതില് ഭാവാർത്ഥമുണ്ട്. ഭാവാർത്ഥത്തില് ചില പ്രഭുപാദര് പറയുന്നത് ദൈവേര കാരണ എന്ന വാക്കുകൾ വിധിയുടെ വിളയാട്ടത്താൽ അഥവാ ഈശ്വര ഇച്ഛയിലാണ് അദ്വൈതാചാര്യന്റെ അനുയായികൾ രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുന്നത് ഇവിടെ അദ്വൈതാചാര്യന് അനുയായികൾ രണ്ട് കൂട്ടരുള്ളതായിട്ട് പറയുന്നു. ഒന്ന് യഥാർത്ഥ അനുയായികളും പിന്നീട് വ്യാജ അനുയായികളും. അപ്പൊ ആദ്യം അവരെല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. പിന്നീട് രണ്ട് ഗ്രൂപ്പായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്തരം അഭിപ്രായ ഭിന്നത ഗൗഡീയ മഠങ്ങൾ അംഗങ്ങൾക്കിടയിലും കാണപ്പെട്ടിരുന്നു. ആരംഭത്തിൽ ഓം വിഷ്ണുപാദ പരമഹംസ പരിവാചാര്യ അഷ്ടോത്തര ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ സാന്നിധ്യത്തിൽ എല്ലാ ശിഷ്യന്മാരും യോജിപ്പോടെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്തർധാനത്തോടു കൂടി അവർ തമ്മിൽ വിയോജിപ്പുകൾ ഉടലെടുത്തു. ഒരേ വിഭാഗക്കാർ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടർന്നു. പക്ഷെ മറ്റു വിഭാഗക്കാർ അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിൽ സ്വന്തമായ പദ്ധതികൾ കെട്ടിച്ചമച്ചു. ഒരു ഭരണ നിർവഹണ സമിതി രൂപീകരിക്കണമെന്നും പ്രചാര ദൗത്യ നിർവഹണം സഹകരണത്തോടെ നടത്തണമെന്നും എല്ലാ ശിഷ്യന്മാരും ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ ദേഹം വെടിയുന്ന സമയത്ത് അഭ്യർത്ഥിച്ചിരുന്നു. അടുത്ത ആചാര്യനാകാൻ അദ്ദേഹം ആരെയും പ്രത്യേകം നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം അടുത്ത ആചാര്യൻ ആരായിരിക്കണമെന്ന് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന കാര്യദർശികൾ അനാധികാരികമായി സ്വന്തം പദ്ധതികൾ തയ്യാറാക്കുകയും അപ്രകാരം ശിഷ്യന്മാർ രണ്ട് വിഭാഗങ്ങളായി അസാരന്മാരായി അഥവാ പ്രയോജനശൂന്യരായി. എന്തുകൊണ്ടെന്നാൽ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ ലംഘിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആധികാരികത്വമില്ല. ഒരു ഭരണസമിതി രൂപീകരിക്കണമെന്നും ഗൗഡീയ മഠത്തിന്റെ പ്രചാരണ ദൗത്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കണമെന്നുമുള്ള ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ പാലിക്കുന്നതിന് പകരം ഈ രണ്ട് അനധികൃത വിഭാഗങ്ങളും തമ്മിൽ നിയമയുദ്ധം ആരംഭിച്ചു. 40 വർഷത്തിന് ശേഷം ഇന്നും ഒരു തീരുമാനമാകാതെ തുടരുന്നു. പ്രഭുപാദര് ഇവിടെ ഗൗഡീയ മഠത്തിന്റെ ഗ്രൂപ്പിനെ കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അദ്വൈതാചാര്യന്റെ സമയത്തും ഇതുപോലെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഉദാഹരണം പ്രഭുപാദര് പറഞ്ഞ ഗൗഡീയ മഠത്തിലും ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഇതിന്റെ ആഗ്രഹമായിരുന്നു ഒരു കമ്മിറ്റി, അതായത് ഭരണസമിതി രൂപീകരിച്ച് ആ ഭരണസമിതി വേണം ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷെ പിന്നീട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ സമാധിക്ക് ശേഷം ആചാര്യന്മാർ തമ്മില് അഭിപ്രായ വ്യത്യാസമുണ്ടായി, ആരായിരിക്കണം അടുത്ത ഗുരു. പക്ഷെ ഇവിടെ പ്രഭുപാദര് പറഞ്ഞു, പ്രഭുപാദര് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ആരെയും ഗുരുവാകാനായിട്ട് നിയമിച്ചിരുന്നില്ല. ഒരു ഭരണസമിതി വേണം ഗൗഡീയ മഠത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പിന്നീട് എത്രയോ വർഷങ്ങളോളം കേസ് നടന്നു. പിന്നെ അത് കോടതിയിലൊക്കെ പോയി. പക്ഷെ ഇപ്പൊ അത് ഒരു തീരുമാനമായി. പക്ഷെ പ്രഭുപാദര് എഴുതുന്ന സമയത്ത് ഒരു തീരുമാനം ഒന്നും ആകാതെ തുടർന്നു എന്ന് പറയുന്നു. അതിനാൽ ഞങ്ങൾ, ഇപ്പൊ പ്രഭുപാദര് ഇവിടെ പറയുന്നത്, അതിനാൽ ഞങ്ങൾ ഒരു വിഭാഗത്തിലും ഉൾപ്പെട്ടവരല്ല. ഗൗഡീയ മഠത്തിന്റെ സ്വത്തുക്കൾ വിഭജിക്കുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങൾക്കിടയിൽ ഇരുവിഭാഗവും പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ
ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായം ലോകത്തിലെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ഭക്തിസാൻ സരസ്വതി ഠാക്കൂറിന്റെ അല്ലെങ്കിൽ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തു. അപ്പോ ഭക്തിസാൻ സരസ്വതി ഠാക്കൂറിന്റെ ആഗ്രഹമായിരുന്നു ഈ ലോകമെമ്പാടും ഈ കൃഷ്ണാബോധം പ്രചരിക്കണം എന്നുള്ളത്. അത് ദൗത്യം ഏറ്റെടുത്തു എന്ന് പറയുകയാണ്. ആചാര്യന്മാരുടെ സംരംഭത്തിൽ ഞങ്ങൾ എളിയ ഉദ്യമം വിജയപ്രദമാക്കുന്നതായി കാണാം. വ്യാവസായികാത്മിക ബുദ്ധി ഏകേ കുരുനന്ദന എന്ന് ആരംഭിക്കുന്ന ഭഗവത്ഗീത ശ്ലോകത്തിന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ നൽകിയ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ട തത്വങ്ങൾ ഞങ്ങൾ പിന്തുടരുന്നു. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ ഉപദേശം അനുസരിച്ച് ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകൾ കർശനമായി പിന്തുടരേണ്ടത് ഒരു ശിഷ്യന്റെ ധർമ്മമാണ്. ശിഷ്യന് അവന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകളിലുള്ള ദൃഢവിശ്വാസമാണ് ആധ്യാത്മിക ജീവിതത്തിലെ വിജയ രഹസ്യം. വേദങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നു. പ്രഭുപാദര് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്തിസാൻ സരസ്വതി ഠാക്കൂറിന്റെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ വ്യാവസായികാത്മിക ബുദ്ധി ഏകേ കുരുനന്ദന എന്ന ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തില് ഒരു ശിഷ്യൻ ഗുരുവിന്റെ ആജ്ഞ ജീവിതത്തിന്റെ ദൗത്യമായി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനമാണ് ശ്രീല പ്രഭുപാദരെയും ഈ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. യസ്യ ദേവേ പരാ ഭക്തി യഥാ ദേവേ തഥാ കുരു സസ്യൈതേ കവിതാഹി അർത്ഥ പ്രകാശന്തേ മഹാത്മന. ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും തികഞ്ഞ വിശ്വാസമുള്ള ഒരുവന് വേദവിജ്ഞാനത്തിന്റെ ഉൾപ്പെടെല്ലാം അനായാസേന വെളിപ്പെടും. കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ തത്വപ്രകാരമാണ് പ്രചരണം നടത്തുന്നത്. അതിനാൽ ശത്രുതയുള്ള അസുരന്മാർ ധാരാളം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് പൂർവാചാര്യന്മാരിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭിക്കുന്നതിനാൽ ഞങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകും. ഏത് പ്രവൃത്തിയും അതിന്റെ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തേണ്ടത്. ഫലേന പരിചയം. സ്വയം ആചാര്യന്മായി അവരോധിക്കുകയും ഗൗഡിയമഠത്തിന്റെ സ്വത്തുക്കൾ അധീനത്തിലാക്കുകയും ചെയ്ത വിഭാഗക്കാർ സംതൃപ്തരാണ്. പക്ഷെ അവർക്ക് പ്രചരണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ അസാരന്മാർ എന്ന് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലത്തിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ ഗുരുവിന്റെയും ഗോരംഗന്റെയും കർശനമായി പിന്തുടരുന്ന ഇസ്കോണിന്റെ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ വിജയം ലോകമെമ്പാടും നിത്യേന വർദ്ധിക്കുന്നു. അച്ചടിക്കാവുന്നത്രയും ഗ്രന്ഥങ്ങൾ അച്ചടിക്കണമെന്നും അവ ലോകത്തിൽ മുഴുവൻ വിതരണം നടത്തണമെന്നും ഭക്തിസാൻ സരസ്വതി ഠാക്കൂർ ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉപരിയായ ഫലങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇവിടെ പ്രഭുപാദര് പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഉണ്ട അനുഭവമാണ് ഷെയർ ചെയ്തത്. കാരണം നമുക്കറിയാം, ഭക്തിസാൻ സരസ്വതി ഠാക്കൂർ രൂപീകരിച്ചത് ഗൗഡിയ മഠമാണ്. പക്ഷെ ഭക്തിസാൻ സരസ്വതി ഠാക്കൂറിന്റെ പല ശിഷ്യന്മാരും ലോകമെമ്പാടും ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയി. പക്ഷെ പ്രഭുപാദര് വെളിയിൽ വന്ന് ഭക്തിസാൻ സരസ്വതി ഠാക്കൂർ എന്റെ ഗുരുവിന്റെ ആജ്ഞ നിർവഹിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പൂർവാചാര്യന്മാരുടെ എല്ലാ അനുഗ്രഹവും പ്രഭുപാദർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്കോൺ ലോകം മുഴുവനും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുന്നത്. കേഹ ത ആചാര്യ ആജ്ഞായ കേഹ ത സ്വതന്ത്ര സ്വമത കൽപ്പനാകരെ ദൈവ പരതന്ത്ര. ശിഷ്യന്മാരിൽ ചിലർ ആചാര്യന്റെ ആജ്ഞ കർശനമായി സ്വീകരിച്ചു. മറ്റുള്ളവർ ദേവീമായുടെ വശീകരണത്താൽ വ്യതിചലിക്കുകയും സ്വതന്ത്രമായി സ്വാഭിപ്രായങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യുകയുണ്ടായി.
ഈ ശ്ലോകം ഭിന്നതയുടെ ആരംഭം വിവരിക്കുന്നു. ശിഷ്യന്മാർ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കണമെന്ന തത്വം സ്വീകരിക്കാതെ വരുമ്പോൾ തക്ഷണം രണ്ട് അഭിപ്രായങ്ങൾ ജനിക്കുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ അഭിപ്രായത്തിൽ നിന്ന് ഭിന്നമായ ഏതൊരു അഭിപ്രായവും പ്രയോജനരഹിതമാണ്. ആധ്യാത്മിക പുരോഗതിയിൽ ഭൗതിക സങ്കല്പത്തിന്റെ ആശയങ്ങൾ തിരികെ കയറ്റാനാവില്ല. അത് വ്യതിചലനമാണ്. ആധ്യാത്മിക പുരോഗതിയെ ഭൗതിക ആശയങ്ങൾക്കനുസരിച്ച് മാറ്റി ക്രമീകരിക്കാൻ യാതൊരു വകയുമില്ല. ആചാര്യേത മതത്യൈ മതസാരാം താണ്ടാജ്ഞാലങ്കി ചലേ ചെയ്ത അസാരാം. ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ ആധ്യാത്മിക ജീവിതത്തിലെ സാരമാകുന്നു. ആധ്യാത്മിക ഗുരുവിനെ നിഷേധിക്കുന്ന ഏതൊരുവനും തൽക്ഷണം അസാരനാകുന്നു. ഇതാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ അഭിപ്രായം. ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞകൾ കർശനമായി പിന്തുടരുന്ന വ്യക്തി പരമോന്നതന്റെ ഇച്ഛ നിറവേറ്റാൻ ഉപകരിക്കുന്നവനാണ്. അതേസമയം ആധ്യാത്മിക ഗുരുവിന്റെ കർശനമായ ആജ്ഞയിൽ നിന്നും വ്യതിചലിക്കുന്ന വ്യക്തികൾ ഉപയോഗശൂന്യരാണ്. അസാരേരനാമൈഹാൻ നഹി പ്രയോജന വേദജാനീബരേ കരി ഏകത്ര ഗണനാം. പ്രയോജനശൂന്യയുടെ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. പ്രയോജനമുള്ള ഭക്തന്മാരിൽ അവരെ വേർതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ ഞാൻ പ്രതിപാദിച്ചത്. അപ്പൊ ഇവിടെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് നല്ലൊരു മെസ്സേജ് തരികയാണ്. കാരണം ഇത് കലിയുഗമാണ്. ഏക അഭിപ്രായത്തിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഒരുമിച്ചിരുന്ന് അത് ചർച്ച ചെയ്ത് ഒരു ഏക അഭിപ്രായത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പൊ ഇവിടെ അദ്വൈതാചാര്യന്റെ അനുയായികൾക്ക് രണ്ട് അഭിപ്രായക്കാരായി. അപ്പൊ അതില് അദ്വൈതാചാര്യന്റെ പുത്രന്മാരും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ആശ്ചര്യം. കാരണം അദ്വൈതാചാര്യന് സീതാപതിയില് ഉണ്ടായ 3 പുത്രന്മാര്, അതായത് ഇതിലെടുത്ത് പറയുന്നത് അച്യുതൻ, കൃഷ്ണമിത്ര, ഗോപാലദാസൻ. അപ്പൊ ഇവര് 3 പേരുമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളായി മാറിയത്. ബാക്കി ബലാരാമൻ, സ്വരൂപൻ, ജഗദീശൻ, അപ്പൊ ഇവരെല്ലാം മായാവാദ തത്വങ്ങളെ ഫോളോ ചെയ്തു. സ്മാർത്ത ബ്രാഹ്മണയുടെ തത്വങ്ങൾ അതാണ് ഇവിടെ പറയുന്നത്. ബൗലിയ സമ്പ്രദായം, അവലു സമ്പ്രദായം, ഇങ്ങനെ 2 സമ്പ്രദായങ്ങൾ. അപ്പോൾ ഇത് രണ്ടും ചൈതന്യ മഹാപ്രഭു തന്നെ തിരസ്കരിക്കുകയുണ്ടായി. അപ്പോ അദ്വൈതാചാര്യന്റെ 6 പുത്രന്മാരില് 3 പേര് അസാരരായിപ്പോയി. അപ്പോ അവര് പിന്നീട് ഒരു സമ്പ്രദായം തന്നെ ആരംഭിച്ചു. അപ്പൊ അതില് മൂത്ത പുത്രൻ, അതായത് അദ്വൈതാചാര്യന്റെ മൂത്ത പുത്രനായ അച്യുതനാണ് ചൈതന്യ മഹാപ്രഭുവിനെ തത്വങ്ങളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തെ സഹായിച്ചത്. അപ്പൊ അതില് ചൈതന്യ മഹാപ്രഭുവും വളരെ സംതൃപ്തി ഉണ്ടായിരുന്നു. അതുപോലെ അദ്വൈതാചാര്യനും വളരെ സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന് അദ്വൈതാചാര്യനെ കാണാനായിട്ട് ചൈതന്യ മഹാപ്രഭു വന്നപ്പോ ഈ അച്യുതൻ, അതായത് അദ്വൈതാചാര്യന്റെ മകന് അന്ന് 3 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. പിന്നീട് ചൈതന്യ മഹാപ്രഭു ഇവരെല്ലാം ഒരു ഗോഡ് ബ്രദർ ആണെന്ന് പറഞ്ഞ് ആൾക്കാർ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത് പ്രഭുപാദരിവിടെ തിരസ്കരിക്കുകയാണ്. കാരണം ചൈതന്യ മഹാപ്രഭു അച്യുതനെ മടിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, അദ്വൈതാചാര്യൻ എൻ്റെ പിതാവാണ്, അപ്രകാരം നമ്മള് സഹോദരങ്ങളാണെന്നാണ് പ്രഭുപാദര് പറഞ്ഞത്. പക്ഷെ അച്യുതാനന്ദൻ ചൈതന്യ മഹാപ്രഭുവിന്റെ സഹപാഠിയായിരുന്നെന്ന് പരാമർശിച്ചിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങൾ അതിനെ കുറിച്ച്
പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയല്ല എന്നാണ് പ്രഭുപാദിൽ പറയുന്നത്. ഇവിടെ അദ്വൈതാനന്ദ ഖണ്ഡ ബിഡാശാഖ ആചാര്യ നന്ദന ആജന്മ സേവിലാത്തേൻ ഹോ ചൈതന്യാചരണ. അദ്വൈതാചാര്യന്റെ വലിയ ശാഖ പുത്രനായ അച്യുതനായിരുന്നു. ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ അദ്ദേഹം ചൈതന്യ ചരണങ്ങളുടെ സേവനത്തിൽ മുഴുകി. ചൈതന്യ ഗോസായിര ഗുരു കേശവ ഭാരതി പിതാരവാക്യാസുനി ദുഃഖ പായില ആക്കി. ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കേശവ ഭാരതിയാണെന്ന് തന്റെ പിതാവിൽ നിന്ന് കേട്ടറിഞ്ഞ അച്യുതാനന്ദൻ വളരെയധികം അസന്തുഷ്ടയായി. ജഗദ്ഗുരു ത്വമീകര ഐച്ചെ ഉപദേശ കുമാരായ ഉപദേശ നഷ്ടഹൈലാദേശ. അദ്ദേഹം പിതാവിനോട് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭുവിന്റെ ആധ്യാത്മിക ഗുരു കേശവ ഭാരതിയാണെന്ന് അങ്ങയുടെ വാക്കുകൾ നാടിനെ തന്നെ കെടുതി വരുത്തും. ചൗദ ഭുവനേര ഗുരു ചൈതന്യ ഗോസായി താൻഹ ഗുരുവന്യ ഏകന ശാസ്ത്രനായി. ശ്രീ ചൈതന്യ മഹാപ്രഭു 14 ലോകങ്ങളുടെയും ആധ്യാത്മിക ഗുരുവാണ്. പക്ഷെ അവിടുന്ന് ആധ്യാത്മിക ഗുരു മറ്റാരോ ആണെന്ന് അങ്ങ് പറയുന്നു. ശാസ്ത്രങ്ങളൊന്നും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ഈ 5 വയസ്സുള്ള പുത്രനാണ് ഇത് കേട്ടിട്ട് ചൈതന്യ മഹാപ്രഭു എന്തിനാണ് അതായത് ഗുരുവിനെ സ്വീകരിച്ചത്? ചൈതന്യ മഹാപ്രഭു ലോകത്തിലെ ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ 14 ലോകങ്ങളുടെ ഗുരുവാണല്ലോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ അദ്വൈതാചാര്യന് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം അവർക്ക് ഒരു കുട്ടി ചൈതന്യ മഹാപ്രഭുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. പഞ്ചമവർഷേര ബാലക സിദ്ധാന്തസാര സുനിയ പായിലാചാര സന്തോഷ അപാര. 5 വയസ്സ് പുത്രൻ അച്യുതാനന്ദന്റെ നിർണയത്തിൽ അദ്വൈത അതിയായ സന്തോഷം അനുഭവപ്പെട്ടു. ഭാവാർത്ഥത്തിൽ പ്രഭുപാദർ പറയുന്നത് 13 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ച് അദ്വൈതാചാര്യന്റെ പിൻഗാമികളുടെ വിപുലമായ ഒരു വിവരണം ഭക്തിയാശ്രമം സരസ്വതി ഠാക്കൂർ നൽകുന്നു. ഒരു ലോങ് പത്താണ്. അച്യുതാനന്ദൻ അദ്വൈതാചാര്യന്റെ ഏറ്റവും മുതിർന്ന പുത്രനായിരുന്നു ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ പ്രഥമ അധ്യായത്തിൽ പറയും. അദ്വൈത ചരിതം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. അദ്വൈതാചാര്യന് ചൈതന്യ ഭക്തരായ 3 പുത്രന്മാരുണ്ടായിരുന്നു. 3 പേര്. അച്യുതനെന്നും കൃഷ്ണവിഷ്ണുവെന്നും ഗോപാലദാസനും. ഈ 3 പുത്രനും അദ്വൈതന്റെ പത്നിയായ സീതാദേവി ജനിച്ചവരായിരുന്നു. അദ്വൈതാചാര്യന് ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നീ വേറെയും 3 പുത്രന്മാരുണ്ടായിരുന്നു. അപ്രകാരം അദ്വൈതാചാര്യന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ആ 6 പുത്രന്മാരിൽ 3 പേർ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുയായികളായി തീർന്നു. 3-ൽ അച്യുതാനന്ദനായിരുന്നു ഏറ്റവും മുതിർന്നത്. ശകാബ്ദം 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ AD 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്വൈത പ്രഭു വിവാഹിതനായി. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു 1433-34 ശകവർഷങ്ങളിൽ, അതായത് AD 1511-12 ജഗന്നാഥ്പുരിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകവേ രാമകേളി എന്ന ഗ്രാമം സന്ദർശിക്കുമ്പോൾ അച്യുതാനന്ദന് 5 വയസ്സ് മാത്രം പ്രായം. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ 4-ാം അധ്യായത്തിൽ അന്നത്തെ അച്യുതാനന്ദന് 5 വർഷ വയസ്സാ മധുര ദിഗംബര, അതായത് ഉടയാട അണിയാൻ നിൽക്കുന്ന 5 വയസ്സുള്ള ബാലകൻ എന്ന് വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്യുതാനന്ദൻ ജനിച്ചത് മിക്കവാറും 1428-ൽ ആയിരിക്കുമെന്ന് നിർണയിക്കാം. അച്യുതാനന്ദൻ ജനിക്കുന്നതിന് മുമ്പ് അദ്വൈത പ്രഭുവിന്റെ പത്നി സീതാദേവി ചൈതന്യ മഹാപ്രഭു ദർശിക്കാൻ അവിടുത്തെ ജനന സമയത്ത് വന്നിരുന്നു. അതുകൊണ്ട് അവർക്ക് ശകാബ്ദം 1407-നും 1428-നും, അതായത് 1486-1507 മധ്യേ 21 വർഷത്തിനുള്ളിൽ അദ്വൈതാചാര്യനിൽ നിന്ന് മറ്റു പുത്രന്മാർ കൂടി ജനിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നില്ല. ശകാബ്ദം 1792, അത് AD 1870 നിത്യാനന്ദദായിനി എന്ന അനധികൃത ബംഗാളി പത്രത്തിൽ
സീതാദ്വൈത ചരിതം എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച അനധികൃതമായ ഗ്രന്ഥത്തിൽ അച്യുതാനന്ദൻ ചൈതന്യ മഹാപ്രഭുവിന്റെ സഹപാഠിയായിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ സഹപാഠിയല്ല. ചൈതന്യ ഭാഗവതം ഇപ്രകാരം ഈ പ്രസ്ഥാനം ഒട്ടും വിലമതിക്കുന്നതല്ല. സഹാബ്ദം 1431 AD 1509 ചൈതന്യ മഹാപ്രഭു ആശ്രമം സ്വീകരിച്ച ശേഷം ശാന്തിപുരത്തുള്ള അദ്വൈത പ്രഭുവിന്റെ ഗൃഹം സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ അദ്വൈതാചാര്യന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ശാന്തിപുരമാണ്. ശാന്തിപുരം ഇത് മായപ്പൂരിന് അടുത്ത് തന്നെയാണ്. നമ്മൾ ശാന്തിപുരം കഴിഞ്ഞാണ് മായപ്പൂർ പോകുന്നത്. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ 2-ാം അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ആ സമയത്ത് അച്യുതാനന്ദന് 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നഗ്നനായിരുന്ന ആ കുട്ടിയെ ഉടനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുവെന്നും ചൈതന്യ ഭാഗത്തിൽ തുടർന്ന് വിവരിക്കുന്നു. കുട്ടിയുടെ ശരീരം മുഴുവനും പൊടിയും അഴുക്കും പുരണ്ടിരുന്നെങ്കിലും ഭഗവാൻ തക്ഷണം അവനെ എടുത്ത് മടിയിലിരുത്തി ചൈതന്യ ഭഗവാൻ അവനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അച്യുത, അദ്വൈതാചാര്യൻ എന്റെ പിതാവാണ്. അപ്രകാരം നമ്മൾ സഹോദരങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ മഹാപ്രകാശ ലീല ആടുന്നതിന് മുമ്പ് ശ്രീവാസ് ഠാക്കൂറിന്റെ സഹോദരൻ രാമപണ്ഡിതനോട് ശാന്തിപുരത്ത് ചെന്ന് അദ്വൈതാചാര്യനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അച്യുതാനന്ദൻ തന്റെ പിതാവിനോടൊപ്പം ചേർന്നു. അദ്വൈതേര നയ അച്യുതാനന്ദ നാമ പരമബാലക സ്നേഹോ കാന്തേ അഭിരാമ എന്ന് പറഞ്ഞിരിക്കുന്നു. അച്യുതാനന്ദനും അതീന്ദ്രിയാനന്ദ യോധനത്തിൽ പങ്കുചേർന്നു. ഭക്തിയോഗത്തിന്റെ തത്വങ്ങൾ വിരുദ്ധമായി അവ്യക്തഗത വീക്ഷണത്തിലുള്ള ശ്രീമദ് ഭാഗവത വിശകലനം ശ്രവിച്ചതിന് അദ്വൈതാചാര്യനെ ചൈതന്യ മഹാപ്രഭു പ്രഹരിച്ചപ്പോൾ അച്യുതാനന്ദനും സന്നിഹിതനായിരുന്നു. അതിനാൽ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് 2-3 വർഷം മുമ്പ് മാത്രമായിരിക്കണം ഈ സംഭവങ്ങളെല്ലാം നടന്നത്. മുകളിൽ പ്രതിപാദിച്ചതുപോലെ അദ്വൈതാചാര്യന്റെ പുത്രൻ അച്യുതാനന്ദൻ ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിച്ചതായി ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ 1-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനാൽ അച്യുതാനന്ദൻ തന്റെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽക്കേ ചൈതന്യ മഹാപ്രഭുവിന്റെ മഹാഭക്തനായിരുന്നു എന്ന് നിർണയിക്കാം. അപ്പൊ ഇതില് അദ്വൈതാചാര്യന്റെ 6 പുത്രന്മാരില് മൂത്ത പുത്രനായ അച്യുതാനന്ദനായിരുന്നു ഭഗവാന്റെ പരിശുദ്ധ ഭക്തൻ. അപ്പോ ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, അതായത് ശ്രീമദ് ഭാഗവത വിശകലനം ശ്രവിച്ചതിന് അവ്യക്തവാദികളിൽ നിന്ന് അദ്വൈതാചാര്യൻ ഭാഗവതം ശ്രവിക്കുകയും മായാവാദ ഫിലോസഫി സംസാരിക്കുകയും ചെയ്തു ചൈതന്യ മഹാപ്രഭു. അപ്പൊ എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാല് മനഃപൂർവ്വം ചൈതന്യ മഹാപ്രഭുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്വൈതപ്രഭു അത് ചെയ്തത്. കാരണം അദ്വൈതാചാര്യൻ ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ശാസന അല്ലെങ്കിൽ ഒരു ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന് ദേഷ്യം വന്ന് അദ്വൈതാചാര്യനെ പ്രഹരിച്ചു എന്ന് പറയുന്നു. അപ്പൊ ആ സംഭവം നടക്കുമ്പോ അച്യുതാനന്ദൻ, അതായത് മൂത്ത പുത്രൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അച്യുതാനന്ദൻ വിവാഹം കഴിച്ചതായി വിവരങ്ങൾ, അത് വിവാഹം കഴിച്ചതായിട്ടുള്ള വിവരങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അദ്വൈതാചാര്യ കുടുംബത്തിൽ ഏറ്റവും വലിയ ശാഖയായി വിവരിക്കപ്പെടുന്നു. അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ഒരു ശിഷ്യനായിരുന്നു. അപ്പൊ ഗദാധര പണ്ഡിതൻ നിന്നാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചതായിട്ട് പറയുന്നു. അദ്ദേഹം ജഗന്നാഥ് പുരി ചൈതന്യ ഭഗവാന്റെ ആശ്രയം സ്വീകരിച്ചുവെന്നും ശാഖാനിർണയാമൃതം എന്ന ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കാനാവും. ഇപ്പോ നമ്മൾ ചൈതന്യ ഭാഗവതത്തെ കുറിച്ചും ചൈതന്യ ചരിതാമൃതത്തെ കുറിച്ചുമാണ് പഠിക്കുന്നത്. പക്ഷെ ഒട്ടനവധി പുസ്തകങ്ങള് അന്ന് എഴുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ചൈതന്യ ശാഖാനിർണയാമൃതം, അതുപോലെ സീതാദ്വൈത ചരിതം, അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങള് അന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളെ വർണ്ണിക്കാൻ എഴുതിയിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അദ്വൈതാചാര്യന്റെ പുത്രൻ അച്യുതാനന്ദൻ ചൈതന്യ ഭഗവാന്റെ ആശ്രയം സ്വീകരിച്ച് ജഗന്നാഥ് പുരി ജീവിച്ചെന്ന് ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ഗദാധര പണ്ഡിതനും തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവിനൊപ്പം ജഗന്നാഥ് പുരിയിൽ ജീവിക്കുകയുണ്ടായി. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭൂരിപക്ഷം അനുയായികളും അവസാന നിമിഷത്തില് അവസാന വർഷങ്ങളിൽ, ചൈതന്യ മഹാപ്രഭു ശരീരം വെടിയുന്നതിന് തൊട്ടു മുമ്പ് എല്ലാം ജഗന്നാഥ് പുരിയിലായിരുന്നു വസിച്ചിരുന്നത്. ഗദാധര പണ്ഡിതനും തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ചൈതന്യ ഭഗവാനോടൊപ്പം ജഗന്നാഥ് പുരി ജീവിക്കുന്നുണ്ട്. അതിനാൽ അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രഥോത്സവ വേളകളിൽ രഥത്തിന് മുന്നിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തത്തെ കുറിച്ചുള്ള വിവരണത്തിൽ അച്യുതാനന്ദന്റെ പേര് പലതവണ കാണാമായിരുന്നു. ശാന്തിപുരത്തു നിന്നുള്ള കേവല അദ്വൈതാചാര്യന്റെ സംഘത്തിൽ അച്യുതാനന്ദൻ നൃത്തം ചെയ്യുകയും മറ്റുള്ളവർ കീർത്തനം ആലപിക്കുകയും ആയിരുന്നു അത്രേ. ആ സമയത്ത് കുട്ടിക്ക് 6 വയസ്സ് പ്രായമായിരുന്നു. അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ശിഷ്യനും ചൈതന്യ മഹാപ്രഭുവിന്റെ അത്യന്തം പ്രിയപ്പെട്ട മഹാഭക്തനുമായിരുന്നെന്ന് കവികർണ പുരാണം രചിച്ച ഗൗര ഗണേശ ദീപിക 87-ാം ശ്ലോകത്തിൽ പറയുന്നു. അദ്ദേഹം പരമശിവന്റെ പുത്രൻ കാർത്തികന്റെ അവതാരമായിരുന്നു ചിലർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഈ അദ്വൈതാചാര്യന്റെ മൂത്ത പുത്രൻ കാർത്തികേയൻ, അതായത് ദേവന്മാരുടെ സൈന്യാധിപൻ കാർത്തികേയന്റെ അവതാരമായിട്ട് ആണ് പറയുന്നത്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മുമ്പ് അച്യുത എന്ന നാമമുള്ള ഗോപിക ആയിരുന്നു, ആദ്യ ലോകത്തിലെ ഗോപികയായിരുന്നു എന്നും പറയുന്നത്. 2 അഭിപ്രായങ്ങളുണ്ട്. ഈ 2 അഭിപ്രായങ്ങളെയും ഗൗരവ ഗണേശ ദീപിക പിന്തുണയ്ക്കുന്നു. ഇത് രണ്ടും ആയിരിക്കാം. ഈ 2 അഭിപ്രായങ്ങളെയും ഗൗരവ ഗണേശ ദീപിക പിന്തുണയ്ക്കുന്നു. ശ്രീ നരഹരിദാസൻ രചിച്ച നരോത്തമ വിലാസം എന്നൊരു മറ്റു ഗ്രന്ഥത്തിൽ കേദാരിയിലെ ഉത്സവവേളയിൽ അച്യുതാനന്ദന്റെ സാന്നിധ്യത്തെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ശ്രീ നരഹരിദാസന്റെ അഭിപ്രായം അനുസരിച്ച് അച്യുതാനന്ദൻ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ശാന്തിപുരത്തെ വസതിയിലാണ് പാർത്തിരുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ജഗന്നാഥ് പുരിയിൽ ഗദാധര പണ്ഡിതനോടൊപ്പം ജീവിച്ചു. ഇപ്പോ ഇത് വളരെ വിശദമായിട്ടാണ് പ്രഭുപാദര് ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത്. കാരണം ഒരുപാട് മറ്റുള്ള ഗ്രന്ഥങ്ങളില് ചൈതന്യ ചരിതാമൃതത്തിൽ പിന്തുണയ്ക്കാത്ത പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അച്യുതാനന്ദൻ ദീക്ഷ സ്വീകരിച്ചത് ഗദാധര പണ്ഡിതത്തിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം വളരെയധികം നൃത്തം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. രണ്ടാമത് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയില് ഇവൻ ദേവന്മാര് ഉൾപ്പെടെ ഉള്ളവര് ഇതിൽ പങ്കെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നമ്മൾ ഗൗര ഗണേശ ദീപിക എടുത്ത് വായിച്ചു കഴിഞ്ഞാല് കാർത്തികേയൻ, വിശ്വകർമാവ്, അതുപോലെ ഉദ്ധവൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ഭഗവാന്റെ ശാശ്വതമായ സഹചാരികള് ഇതില് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയില് പങ്കെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അദ്വൈതാചാര്യനും ചൈതന്യവൃക്ഷത്തിന്റെ പ്രധാന ശാഖകളിൽ ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അദ്വൈതാചാര്യന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അപ്പൊ നമുക്കിപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ അദ്വൈത ഭവൻ കാണാൻ പറ്റും. വേറെ അദ്വൈതാചാര്യൻ ശാലഗ്രാം വെച്ചിട്ട് ഗംഗാജലവും തുളസിയെല്ലാം ഒഴിച്ച് പ്രാർത്ഥിച്ച സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ശ്രീവാസ് അങ്കൻ. അവിടെ വെച്ചാണ് ചൈതന്യ മഹാപ്രഭു ദിവസവും നാമസങ്കീർത്തനം ചെയ്തത്. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മള് വായിച്ചു നിർത്തിയത് 17 ശ്ലോകം വരെ വായിച്ചു. ഇനി വായിക്കാനുള്ളത് 18 മുതലാണ്. അപ്പൊ ഇതാണ് നമ്മള് വായിച്ച അദ്വൈതാചാര്യന്റെ ലീലകള്. തുടർന്ന്
മറ്റുള്ള അധ്യായങ്ങളിൽ ചൈതന്യ മഹാപ്രഭുവുമായിട്ടുള്ള ലീലകൾ കൂടുതൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ അധ്യായത്തില് ശാഖകളും ഉപശാഖകളും മാത്രമാണ് വിവരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശബ്ദാസ്മൃതവിജാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ നമുക്ക് നിർത്താം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നന്ദി പ്രഭുജി. നല്ല ക്ലാസ്സിന് നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. Thank you, Prabhu. Thank you so much. Hare Krishna. Close it, Prabhu. Hare Krishna, Prabhu. No, Prabhu left.